ആഭ്യന്തര വകുപ്പ് ചില നല്ല നീക്കങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തുന്നത്. പ്രത്യേകിച്ചും ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ലഹരി മുക്തമായ കേരളം അതുതന്നെയാണ് UDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് ആഭ്യന്തര വകുപ്പ് പറയുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടിറങ്ങിയാണ് ഇതിൽ പല സ്ഥലങ്ങളിലും നേതൃത്വം നൽകുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പാലക്കാട് ജില്ലയിലെ അതിർത്തി പ്രദേശങ്ങളിൽ ഓരോ ദിവസവും പോക്സോ കേസുകളുടെ എണ്ണം കൂടുകയാണ്. പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാണ് അവിടെ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒരു പ്രത്യേക പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക പോലീസ് സംഘം തന്നെ അവിടേക്ക് പോകുന്നു. ഒരു IPS ഉദ്യോഗസ്ഥയ്ക്ക് ചുമതല നൽകി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും അതിക്രമം ഒഴിവാക്കാനുമുള്ള നീക്കം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു. നല്ല കാര്യമാണ്. കുട്ടികൾക്ക് സുരക്ഷിതമായൊരു താവളം വേണം. അവർ സുരക്ഷിതരായിരിക്കണം. അവരുടെ ജീവിതം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതുതന്നെയാണ് ഏതൊരു രക്ഷകർത്താവിൻ്റെയും ആഗ്രഹം, താല്പര്യവും. പക്ഷേ അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ചില ആളുകളുണ്ട്. ചിലരുടെ വൃത്തികെട്ട പ്രവൃത്തികളുണ്ട്. അതിനെതിരെ കർശനമായ നടപടികൾ തന്നെ വേണം. പ്രത്യേകിച്ചും പോക്സോ നിയമപ്രകാരമുള്ള നടപടികൾ. പോലീസ് ഈ സമീപകാലങ്ങളിലൊക്കെ തന്നെ കർശനമായ നിലപാടുകൾ പോക്സോ കേസുകളുടെ കാര്യത്തിൽ എടുക്കുന്നുണ്ട്. കൃത്യമായി അവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് തിരുവനന്തപുരത്ത് ഈ സമീപകാലത്തുണ്ടായ ശിക്ഷാവിധി. അടുപ്പിച്ചടുപ്പിച്ച് 3 കേസുകളിലാണ് ഒരു ക്രിക്കറ്റ് പരിശീലകന് ശിക്ഷ ലഭിച്ചത് പോക്സോ കേസിൽ. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ പെൺകുട്ടികൾക്ക് നേരെയായിരുന്നു അതിക്രമം. കൃത്യമായി തെളിയിക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിഞ്ഞു. ശിക്ഷ വാങ്ങി നൽകി. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നത് ചില നല്ല കാര്യങ്ങൾക്കിടയിലും ചില മോശം പ്രവൃത്തികൾ സമീപ ദിവസങ്ങളിൽ കാണാൻ ഇടയായി. വ്യാജ പരാതികൾ പലപ്പോഴും പോക്സോ കേസുകളിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. കഴിഞ്ഞ ദിവസം കോന്നിയിൽ അത്തരം ഒരു പരാതി ഉണ്ടായി എന്നാണ് ആരോപണം. ഇതിൻ്റെ ഫലമായി കുറേ കുട്ടികൾ, അതും വിദ്യാർത്ഥികൾ, അവർ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നു. അവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അതിനെല്ലാം ഉപരിയായി 2 യുവാക്കളെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെയാണ് പരാതി. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് പരാതി വ്യാജമാണെന്ന് വ്യക്തമായത്. കാരണം ഇര തന്നെ വെളിപ്പെടുത്തുന്നു അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നും മറ്റൊരു വിഷയം കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട്, മറ്റൊരു സംഭവം കൊണ്ടാണ് താൻ ഈ നുണക്കഥ പറഞ്ഞതെന്നും വ്യക്തമാക്കുന്നു. കോടതിയിൽ വിവരങ്ങൾ അറിയിക്കുന്നു. ഈ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരുന്ന ആളുകളെ തിരിച്ചയക്കുന്നു. ഇതായിരുന്നു കോന്നിയിൽ നടന്ന സംഭവം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മാധ്യമങ്ങൾ വലിയ ശ്രദ്ധ നൽകി ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. അത് ചർച്ചയായി മാറി. കാരണം 10-ലധികം പേരാണ് കേസിലെ പ്രതികൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 10-ലധികം പേർക്കെതിരെയായിരുന്നു ആരോപണം. ആ ആരോപണം വലിയ തരത്തിൽ ചർച്ചയായി മാറുകയും ആ വിഷയം കേരളത്തിൽ തന്നെ ഒരു കത്തുന്ന വിഷയമായി മാറുകയും ചെയ്തു. പക്ഷേ മണിക്കൂറുകൾക്ക് ശേഷം ഇര തന്നെ പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന്. എന്നാൽ ഇപ്പോൾ കോന്നിയിൽ നടക്കുന്നത്, പത്തനംതിട്ട ജില്ലയിൽ നടക്കുന്നത്, വ്യാജ പരാതിയുടെ പേരിൽ കൊടിയ പീഡനം ഈ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഏൽക്കേണ്ടി വന്നു എന്നുള്ള വാർത്തകളാണ്. അത് മോശമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയാം. പോക്സോ നിയമപ്രകാരം ആ കേസെടുക്കുന്നതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. ചില കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കേണ്ടതായിട്ടുണ്ട്. ചില നാട്ടുനടപ്പുകളുണ്ട്. അതായത് പോക്സോ നിയമപ്രകാരം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇരയെ കൃത്യമായും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം. വ്യക്തമായ തെളിവുകൾ ശേഖരിക്കണം. അതോടൊപ്പം തന്നെ ആരോപണ വിധേയനായ ആൾ രക്ഷപ്പെടാതെ നോക്കേണ്ട ഉത്തരവാദിത്വവും അന്വേഷണ സംഘത്തിനുണ്ട്. പക്ഷേ കോന്നിയിൽ നടന്നതിനെതിരെ വലിയ ആരോപണമാണ് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഒരാൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ, ഒരു കുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 10 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ളവർ. അതിൽ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. ഇവർക്കെതിരെ, അല്ലെങ്കിൽ ഇവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു.
20 വയസ്സ് പ്രായമുള്ളവർക്ക് വലിയ തരത്തിൽ മർദ്ദനമേറ്റു. അവർ പറയുന്നതനുസരിച്ച് ഒരാൾ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ഒരാളാണ്, ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ കാലിൻ്റെ വെള്ളയിൽ ചൂരൽ പ്രയോഗം, ചെവി പിടിച്ചു വലിച്ചു. ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് മറ്റേതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയുന്നവരുണ്ടാവും. പക്ഷേ ഒരു കാര്യം, ഇത്തരത്തിലൊരു പരാതി ലഭിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്തില്ല എന്നുള്ളതാണ് കോന്നിയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇപ്പോൾ ഉയരുന്നത്. ഇരയെ ആദ്യം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല. ഇരയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം ആരുടെയൊക്കെ പേര് പറഞ്ഞു അവരെയൊക്കെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അവരുടെ രക്ഷകർത്താക്കളൊപ്പം കൂട്ടിക്കൊണ്ടുവരുന്നു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു, വിരട്ടുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അതും 13ഉം 14ഉം വയസ്സുള്ള വിദ്യാർത്ഥികളെ, കുട്ടികളെ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില സമയങ്ങളിൽ നമ്മുടെ നിയമപാലകർക്കും തെറ്റുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇവർക്ക് അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തപ്പെട്ട കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നം അല്ലെങ്കിൽ മാനസികമായ പ്രതിസന്ധികൾ അതൊക്കെ ആര് പരിഹരിക്കപ്പെടും എന്നുള്ളത് ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. നിയമപ്രകാരം വ്യാജ പരാതി നൽകിയാൽ, പോക്സോ കേസിൽ വ്യാജ പരാതി നൽകിക്കഴിഞ്ഞാൽ 6 മാസം വരെ തടവിന് വിധിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പോലീസ് അന്വേഷണം നടത്തുന്നു. അതിലൊരു യുവാവ് പറയുന്നു 5 പോലീസുകാർ ചേർന്നാണ് മർദ്ദിച്ചതെന്ന്. പ്രത്യേകിച്ചും ഈ ഹൃദയ ശസ്ത്രക്രിയ നടത്തിയ യുവാവിനെ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് പറയുന്നു. അവർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ പരാതി നൽകിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ സിസ്റ്റം ചില കാര്യങ്ങളിൽ പിറകേക്ക് പോകുന്നത്. വകുപ്പ് നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു, മന്ത്രി കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കണ്ടതാണ്, ഓപ്പറേഷൻ തുഫാൻ്റെ പേരിൽ വലിയ തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നു. രാസലഹരി വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പോലീസ് പിടികൂടുന്നു. അവർക്കെതിരെ നടപടികൾ തുടരെ നടക്കുന്നു. പക്ഷേ അതിനൊക്കെ കൃത്യമായ തരത്തിൽ ഒരു മാനദണ്ഡമുണ്ടായിരുന്നു. അങ്ങനെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ തന്നെ അത് ഒഴിവാക്കാൻ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് അല്പം വിവേകമായി പോയി, അല്ലെങ്കിൽ ബുദ്ധിശൂന്യമായ ഒരു പ്രവൃത്തിയായിപ്പോയി എന്ന് പറയേണ്ടി വരും. കാരണം ഇര നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സമപ്രായക്കാരായ 13ഉം 14ഉം വയസ്സുള്ള കുട്ടികളെയാണ് മണിക്കൂറുകളോളം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തത്. ആദ്യഘട്ടത്തിൽ നടത്തേണ്ട നടപടിക്രമങ്ങൾ പോലും പോലീസ് പാലിച്ചില്ല എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള വീഴ്ചകളാണ് ഉണ്ടായിരിക്കുന്നത്. ആ വീഴ്ചകൾ അവർ തന്നെ തിരുത്തേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇത്തരം സംഭവങ്ങൾ ആഭ്യന്തര വകുപ്പിന് ചെറിയ പുഴുക്കുത്തുകളല്ല, വലിയ പ്രശ്നങ്ങളായി തന്നെ മാറുകയും ചെയ്യും. എന്തായാലും വിഷയം ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, ചോദ്യം ചെയ്യലിലേക്ക് കടന്നിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഒരിക്കൽ പോലും അവരെ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിവാക്കരുത്. അവർ ശിക്ഷ കിട്ടാൻ അർഹരാണ്. പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമ്പോഴോ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കോന്നിയിൽ സംഭവിച്ചതും അതുതന്നെയാണ്. കൃത്യതയോടുകൂടി കേസ് അന്വേഷിച്ചുവെങ്കിൽ നിരപരാധികൾ ഇത്രയധികം മാനസികമായി തകരില്ലായിരുന്നു, ഇത്ര പ്രശ്നങ്ങളുണ്ടാകില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഇതിൻ്റെ പേരിൽ കോന്നിയിൽ, പത്തനംതിട്ട ജില്ലയിൽ ഓരോ ദിവസവും ഉയർന്നു വരുന്നത്. ഇനിയെങ്കിലും അധികാരികൾ അല്പമൊന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും നല്ലത്.